ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് UAE ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയിലോട്ട് കുറേയധികം ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകും. ഗൈസ്, ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് അവരിപ്പോൾ ഈ ജോബ് വേക്കൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയുള്ള CV റിസീവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ധാരാളം പേർക്ക് ജോലി ലഭിക്കാൻ അവസരമുള്ള ഒരു ജോബ് വേക്കൻസി കൂടിയാണ് ഇത്. കറൻ്റ്ലി അവർ ലിസ്റ്റഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസികളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇത് തള്ളിക്കളയാനും സാധിക്കത്തില്ല. കാരണം ഇതൊരു UAE ഗവൺമെൻറ് ജോലിയാണ്. UAE ഗവൺമെൻറ് ജോലിയുടെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും തന്നെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ജോബുകൾ അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10, +2, ഡിഗ്രി, ഡിപ്ലോമ, PG അങ്ങനെ ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം തികച്ചും ഫ്രീ ആണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതാണ് ആ സൈറ്റ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറിയതിന് ശേഷം ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ ഒഫീഷ്യൽ പേജ് ആയിട്ടുള്ള careers.seva.gov.ae എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ, അതായത് ന്യൂ യൂസർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞു കൊടുത്ത് പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഓൾറെഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഓൾറെഡി ലോഗിനും പാസ്വേഡും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലോട്ട് വരിക. ഹോം പേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയുടെ വേക്കൻസി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും കുറേയധികം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വേക്കൻസികളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, നാച്ചുറൽ ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കൽബ ഡിപ്പാർട്ട്മെൻറ്റ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കോൾ സെൻറ്റർ ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ സോൺ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ നിരവധി വേക്കൻസികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അപ്ലിക്കേഷൻ ഫോംസ് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. അതിനായിട്ട് മുകളിൽ കാണുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ്, പിന്നെ എക്സ്പീരിയൻസ്, പിന്നെ സ്കിൽസ്, പിന്നെ ജനറൽ ഇൻഫർമേഷൻ ആൻഡ് ലോഗിൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി അല്ല വാട്ടർ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയും ഡിപ്പാർട്ട്മെൻറ്റും പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ്, എക്സ്പീരിയൻസ് പോലുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും പേഴ്സണൽ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷനും ലാംഗ്വേജും എക്സ്പീരിയൻസ് എല്ലാം ആഡ് ചെയ്ത് ലോഗിൻ ഐ ഡി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള ജോബ് വേക്കൻസികൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ UAE ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.